നിങ്ങൾക്ക് ആ ബാഗേ ഒരു 40 ലക്ഷം രൂപ വെച്ചിട്ട് അത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുവാണ്. വളരെയധികം സന്തോഷം. അതിന് ഞാൻ നന്ദി പറയുന്നത് പാലക്കാട്ടെ ജനങ്ങൾക്കാണ്. പിന്നെ അവനെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ച അവന്റെ പ്രസ്ഥാനത്തോട് ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും. അതെന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവാതിരിക്കത്തില്ല, ഞാനൊരു അമ്മയല്ലേ. അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും എന്തായാലും അത് കള്ളമാണെന്ന്. ഓക്കെ, കൂടുവാ. അങ്ങനെ അത്രയൊന്നും ചിന്തിച്ചിട്ടില്ല. അത് വിഷ്ണു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ എന്നോട് പറഞ്ഞു ആഡംബര ഫ്ലാറ്റാണ് അവിടെ ഇരിക്കണേന്ന് പറഞ്ഞു. പക്ഷെ ഫ്രിഡ്ജും TV ഒന്നും ഇല്ല. ഉറപ്പായിട്ട് അത് വിശ്വന്റെ കാര്യം പറഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കും. ഇനി എങ്ങനെയാണ് ഇവിടെ പുതുതായിട്ട് വീടെടുക്കുക അതോ ഈ ഫ്ലാറ്റിൽ തുടരും? എന്താണ്? അല്ല, ഇവിടെ തുടരും. പിന്നെ MLA ഓഫീസൊക്കെ തുടങ്ങാനുള്ളതായോ അതോ ഷാഫിയുടെ ഓഫീസിൽ തന്നെ? ഇല്ല, പുതിയ ഓഫീസായിരിക്കും. പുതിയ ഓഫീസ് ഇല്ല, അങ്ങനെയല്ല. അതിനിപ്പോൾ ഞാൻ വിചാരിച്ചാൽ പോലും അങ്ങനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിയെട്ടിക്കാൻ പറ്റുന്ന ഒരു പ്രതിച്ഛായല്ല അയാൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസ് എടുത്ത് പ്രവർത്തനം ആരംഭിക്കും. അമ്മയുടെ ഒരു ചോദ്യം, കഴിഞ്ഞ തവണ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴേ പാർട്ടി പ്രവർത്തകരും പറഞ്ഞിരുന്നു അടുത്ത തവണ രണ്ടാളും കൂടി വരണം. രണ്ടാളപ്പം അമ്മയുണ്ട്, ഇപ്പൊ രണ്ടാളല്ല. ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഒരു 5-6 പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാളല്ല. പിന്നത്തെ കാര്യമില്ലേ, ഒത്തില്ല. അമ്മയുടെ ഇപ്പൊ രണ്ടാമത്തെ ആഗ്രഹം ഫ്രിഡ്ജാണല്ലോ. ഫ്രിഡ്ജാണല്ലോ, അത് വിശ്വമായിട്ട് വാങ്ങി തരാന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുമായിരുന്നു. പിന്നെ എന്നെക്കാളും കൂടുതൽ അറിയാൻ നിങ്ങൾക്കല്ലേ രാഹുൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോന്ന്? ഒന്നുമില്ല. ഈ അവന് ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എന്ത് ഉപദേശം? അത് പാലക്കാട്ടെ ജനങ്ങൾ അവനെ ഉപദേശിക്കും, അവര് തിരിച്ച് മറുപടി കൊടുക്കും. അല്ല, പരമാവധി ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ 1-ാം ദിവസം വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞൊരു പുതുമോടിയായി. പരമാവധി ഇപ്പം എൻ്റെ മുൻഗാമി ശ്രീ ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിൻ്റെ പദ്ധതികളുണ്ട്, വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനപ്പുറമുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തായിരുന്നു? കണക്ടിവിറ്റി ആയിരുന്നു, മാൻ ടു മാൻ. അപ്പോൾ അത് തന്നെയായിരിക്കും പ്രൈമറി ഫോക്കസ്. അവിടെ തന്നെ ബാക്കി എല്ലാം ആവുമല്ലോ. ആ വലിയ ചലഞ്ചാണ്. അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴും എനിക്ക് ആ ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഷാഫി പറമ്പിലിനെ പോലെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാളിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഇപ്പം MLA ആകുമ്പോഴും അത് ആ ഒരു ഭയങ്കരമായിട്ട് പറയുന്നു. ഭയങ്കര സന്തോഷം. ഒന്നുമില്ല, അവൻ നന്നായി പ്രവർത്തിച്ചുള്ളൂ. അതിനകത്തിൽ എനിക്കൊന്നുമില്ല പറയാം. ഭയങ്കര സന്തോഷം, പ്രാർത്ഥനകൾ മാത്രം. അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം തരികയാണ്. എല്ലാരും പറഞ്ഞല്ലോ, ഫ്രിഡ്ജ് വാങ്ങി തരാൻ എനിക്കൊരു ടെൻഷനും ഇല്ല. നിങ്ങൾക്ക് ആ ബാഗേ ഒരു 40 ലക്ഷം രൂപ വെച്ചിട്ട് അത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുവാണ്. കാരണം ഞാനേ 17 കൊല്ലം LICയിൽ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്, അറിയോ? 17 കൊല്ലം കൊട്ടാരക്കര ബ്രാഞ്ച് LIC ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചായ ഒരു ബ്രാഞ്ചിലെ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനകത്തൊരു 40 ലക്ഷം രൂപ വെച്ച് ഇത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിക്കാൻ പറ്റും?